ഹായ് ഗൈസ്, നമുക്കിന്നൊരു പത്തിരിപ്പൊടി കൊണ്ട് അട ഉണ്ടാക്കാം കേട്ടോ. പൂ പോലത്തെ അട. അതിന് വേണ്ടി പത്തിരിപ്പൊടി സാധാരണ നമ്മൾ പത്തിരിക്ക് കുഴക്കുമ്പോൾ കുഴച്ചതിലേക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകം ഇഷ്ടമില്ലാത്തൊരു എള്ളുണ്ടെങ്കിൽ എള്ളും ഇടാം കേട്ടോ. ഞാൻ ചെറിയ ജീരകമാണ് ഇട്ടത്. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ശർക്കരയും കുറച്ച് തേങ്ങയും നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഏലക്കായിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഏലക്കായിൻ്റെ പൊടി ഇടാം. ഞാൻ ഏലക്കായിൻ്റെ പൊടി ഇട്ടില്ല, ജീരകം ഇട്ടതുകൊണ്ട് അത് മതി വെച്ച്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് കുഴച്ച് ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോന്ന് പരത്തിയെടുക്കണം. പ്രസ്സുമ്മ വെച്ച് ഓരോന്ന് പരത്തിയത് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് വെച്ച് ശർക്കരയും തേങ്ങയും കൂടി നമ്മളതിലേക്ക് ഫില്ല് ചെയ്ത് നമ്മളിതിനെന്ത് ചെയ്യുക, ഒട്ടിച്ചെടുക്കുക കണ്ടോ. അങ്ങനെ ഓരോന്ന് ഒട്ടിച്ചെടുത്ത് എന്ത് ചെയ്യാൻ മാറ്റി വെക്കുക കേട്ടോ. ശർക്കരക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്കൊന്നും കൂടെ ഹെൽത്തി ആയി തോന്നുന്നത് ശർക്കരയാണ്, അതുകൊണ്ടാണ് ശർക്കര യൂസ് ചെയ്തത് കേട്ടോ. അത് കണ്ടോ, പൂ പോലെ അട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ റെഡിയാക്കി വെക്കാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. കണ്ടോ, രാവിലത്തെ സ്നാക്സാണിത്. നല്ല എങ്ങനെയുണ്ട് നോക്കടെ. സൂപ്പറാണ്, നല്ല സൂപ്പറാണ് കഴിക്കാൻ. രാവിലെ മദ്രസ പോകുമ്പോഴത്തേക്ക് ഞാൻ ആക്കി കൊടുത്താണ്, കറിയാക്കാൻ നേരമില്ലാത്തത് കൊണ്ട്. ശരി എന്നാൽ.